ഹലോ ഗഡി ആണ്ടാ എവിടെ? മലട ഉണ്ടല്ലേ? ഏത് മല? ഈ കേവിയുടെ അവിടെ ഉള്ള ഒരു മല. മലയിലോട്ട് കേറി വരട്ടെ? റോട്ടിലുണ്ട്. റോഡിൽ ഇറങ്ങിയോ? ഞാൻ അപ്പൊ മല കേറി. റോട്ടിലുണ്ടെന്ന്, ഇങ്ങോട്ട് ഇറങ്ങൂ. ഏത് റോഡ്? ആ കേവിയുടെ അവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? കേവിയുടെ നേരെ ഫ്രണ്ടില് ടിവിയുടെ വണ്ടി കണ്ട? ഫ്രണ്ടിലല്ലല്ലോ, ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി. എങ്ങട് പോണു? പോണു. ഇങ്ങോട്ട് വരൂ, ബാക്കിലോട്ട് വരൂ. ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് എങ്ങോട്ടിലൂടെ? ഇത് തന്നെ. വരൂ വരൂ, തീർത്തേക്കാം. വരൂ. എന്താണ്? എത്ര ദിവസമായി കണ്ടിട്ട്? അന്ന് പോയതാ, നമ്മളെ വിട്ടിട്ട് അടിച്ചു പോയി. പിന്നെ തിരക്കായി പോയില്ലേ? കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഒരു വട്ടം വിളിക്കാ പിന്നെ കാണാന്ന് പറയാ, രണ്ടാമത്തെ വിളിക്കാ പിന്നെ കാണാന്ന് പറയാ. ഈ തിരക്കല്ലേ സിറ്റിയില്, കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ തിരക്കുകളൊക്കെ? തിരക്കുകളൊക്കെ നന്നായിട്ട് പോണു. എന്നാലും വൈകുന്നേരം നീ വിളിച്ച വരാണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ പ്രതീക്ഷിച്ച ഓ ഓക്കെ ഓക്കെ, പറ എന്ത് പറ്റി? അത്ര വട്ടം നമ്മള് കൊറേ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് സംസാരിക്കാനായിട്ടേ. ഓ, എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത്? ഇത് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. താങ്ക് യു. ബർഗർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. എന്റെ ഒന്നും വരുന്നില്ലല്ലോ. ഒരു വിജയ്. ഹലോ, ലക്ഷറി ലൈഫ്. ഉസ്മാൻ ലക്ഷറി. ഹലോ ഉസ്മാനെ, എവിടെയാ നീ എവിടാ? ഞാൻ ഇവിടെ ടിവി ഷോപ്പ്. നീ ഇങ്ങോട്ട് വാ. എവിടെ എവിടെ? കേവിയുടെ ഇപ്പുറത്തെ D2. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ചെറുതായിട്ട് മാറിയടാ ഭക്ഷണം. ഇവന്റെ ടോൺ ഇവൻ നശിപ്പിച്ചടാ. ഇവൻ ഇങ്ങനെയാണോ സംസാരിച്ചോണ്ടിരുന്നത്? താര. ഹലോ വാസന, സുഖാണോ? പറ താര, സുഖമാണ്. വാസന എവിടെ? ഞാന് ഇവിടെ നമ്മുടെ ഒരു ഗഡിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു പയ്യൻ. ഓ, അപ്പൊ ബിസിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് പറ്റി? അല്ല, വെറുതെ വിളിച്ചതാ, ഞാൻ ഒറ്റയ്ക്കായി, അതുകൊണ്ടാ വിളിച്ചത്. അയ്യോ, ഞാൻ ബാലൻ ഇവിടെ ഉണ്ടല്ലോ സിറ്റിയില്. അറിയില്ല, അയാള് കോൾ കട്ട് ചെയ്തിട്ട് പോയതാ. പിണക്കത്തിലാണോ നിങ്ങൾ? ബ്രേക്കപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു പെണ്ണോട്. ബ്രേക്കപ്പ് ആയോ? എന്നോട് ലൈക്ക് ബ്രേക്കപ്പ് ചെയ്തെന്ന് വേറെ പെണ്ണിനോട് പറഞ്ഞതാ, താരായിട്ട് ബ്രേക്കപ്പ് ചെയ്തെന്ന്. ശരിക്കും? പക്ഷെ എന്നോടൊന്നും ബ്രേക്കപ്പ് പറഞ്ഞിട്ടില്ല ആള്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വാസന. ഞാൻ ബാലനോട് ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. ചോദിക്കണ്ട. വാസൻ ഫ്രീ ഉണ്ടെങ്കിൽ സംസാരിച്ച മതി, ഒന്നും പറയണ്ട. ഒരു ഒഴിഞ്ഞ പോസ്റ്റല്ലേ ഞാൻ. ഹലോ, എന്നോട് സംസാരിച്ച മതി, ആളിനോട് ഒന്നും ചോദിക്കണ്ട. ആണല്ലേ? എനിക്ക് വിഷമായി, അതുകൊണ്ട് ഞാൻ വാസവനെ വിളിച്ചതാ. ഞാൻ ഉറപ്പായിട്ടും വിളിക്കാം താരെ. ഓക്കെ. എനിക്ക് പറ്റിയ ആരും ഇവിടെ ഇരിക്കുന്നു. ഞാൻ തരാടാ അതിനൊക്കെ പെണ്ണിനെ. നിന്റെ പെണ്ണുങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ? എനിക്ക് ആരൊന്നും അടക്ക പെട്ടത് വഴിയിൽ നിൽക്കല്ലേ, പിന്നെ ഞാനൊക്കെ ഇവിടെ നിർപ്പിച്ചോണ്ട് വരാൻ. നിന്റെ പിന്നെ ഇഷ്ടം പോലെ പെണ്ണെന്ന് പറഞ്ഞേ. അതാ അവരെ സമാധാനിപ്പിക്കേ. ബാല, നീ എവിടെടാ? എല്ലാത്തിന് തീരുമാനങ്ങളുണ്ട്. ഒന്ന് കേവിയുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്ത് D2-ന്റെ അടുത്ത് സീഷോറിൽ വരുവോ? ഒരു ഗോൾ അടിക്കണ്ട അങ്ങോട്ടൊന്ന്.
ഇതെന്താ എന്റെ ഇത് ഫോൺ പോവാത്തെ? കൊല്ലല്ലേ കൊല്ലല്ലേ ഇല്ല 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 എന്റെ ബഗ്ഗായതാ. സത്യമായിട്ട് നിങ്ങൾ എന്നോട് മുണ്ടണ്ട. സത്യമായിട്ട് കടാക്കര പറയട്ടെ സത്യമായിട്ട് അതുകൊണ്ട് കുറെ ചേച്ചിമാരുണ്ട്. ചേച്ചിമാരാ ഓ എന്നെങ്കിലും ഒരു പെണ്ണ് ചച്ചിട്ട് ബാല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ കയ്യിൽ നീ ഫോൺ പോണില്ല. നിനക്കൊരു അശ്വതി വെച്ചതറിയോ? അശ്വതി വെച്ചു. ഹലോ ഉസ്മാനെ എന്താ എന്റെ അണ്ടിഫാക്ടറിയുടെ കാര്യം? എടാ നീ ഇങ്ങനെ സംസാരിക്കലടാ. എന്നോട് ആദ്യം സംസാരിച്ച പോലെ സംസാരിക്കടാ. നീ ബാബു സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേടാ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ സെറ്റ് ചെയ്ത് വരാം. നീ അത് സെറ്റ് ആയതിനു ശേഷം എന്നോട് സംസാരിച്ചാ മതി. പോ ബാല. വാസോണ ഞാൻ അണ്ടിഫാക്ടറി അല്ലല്ല നീ ഇങ്ങനെ സംസാരിക്കണം എന്നോട്. ഓ എന്നാ പോയിട്ട് വരാം. ആരെയായിട്ട് ബ്രേക്കപ്പ് ആയോ? പറഞ്ഞു ഇല്ല. നിങ്ങളിപ്പോ സെറ്റാടാ? അണ്ണാ നമ്മളവിടെ ഗ്യാങ് ഹൗസ് ഇരുന്നില്ല അണ്ണാ. ഏത് MG3 സോറി MG അല്ലല്ലോ OG. അപ്പൊ പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ട് പോയണ്ണ. ആരേനെ? എന്നിട്ട് അല്ല ഞാൻ പിന്നെ അവിടെ ആയോണ്ട് പിന്നെ അണ്ണനെ അറിയാലോ അണ്ണാ. ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് എന്നല്ല അണ്ണ എന്നെ പഠിപ്പിച്ചത്. അതാണ് ഞാൻ പോയില്ല. അപ്പൊ അതിന്റെ പേരിലുള്ള ചെറിയൊരു പിണക്കം. അതെ അണ്ണ അവിടെ ഒരു സാധനം തരട്ടെ. നമ്മുടെ അണ്ടി ഫാക്ടറിന്ന് മാറ്റിയെടുത്ത അണ്ടിഫനി അടിച്ചു കഴിഞ്ഞാ ഉമ്മ വെച്ചോണ്ടിരിക്ക. വേണ്ട, ഇത് കിടില സാധനമാ. ഒന്ന് അടിച്ചു നോക്കണോ? എനിക്ക് വേണ്ട. അണ്ണൊന്ന് അടിക്കാതെ പറഞ്ഞു. നമ്മുടെ സ്വന്തം സാധനം ഇല്ല അണ്ണാ. ഇത് പുറത്തു പോലും ആർക്കും അടിക്കാൻ കൊടുത്തില്ല. അണ്ണൻ അടിച്ചിട്ട് ബാക്കി അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്ന. അണ്ണൻ ഒന്ന് പൊട്ടിച്ചഴിച്ചിട്ട് വേണം എനിക്കിവിടെ ഒരു പക്ക് ഒഴിച്ചു തരാണ്. എനിക്കൊരു പെണ്ണ് സെറ്റ് ആവുമ്പോ ഞാൻ ഇത് കുടിച്ചോളാം. അണ്ണാ ഇത് ഒരുപാട് നാളൊന്നും വെച്ചോണ്ടിരിക്കരുതെന്നുണ്ട് കേട്ടോ. 5 ദിവസം അല്ലെങ്കിൽ ഒരു 5 മാസം. പറയടാ. ഇത് പോപ്സിനൊരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. ഒരു മിനിറ്റ് എടാ, നീ ഇന്ന് വന്നടാ ഉസ്മാനെ. ഉസ്മാനെ, നീ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന രീതിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായിരുന്നു നിന്റെ ഐഡന്റിറ്റി, മനസ്സിലായ? അതായിരുന്നു നിന്നെ ഏറ്റവും കിടിലം. അത് തിരിച്ചു വരുന്നതിനാണ് ഞാൻ നിന്നോട് സംസാരിക്കത്തുള്ളേ. എടാ ഇത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടൊന്നുമില്ല. നീ ടോൺ നിർത്തിയിട്ട് വെറുതെ നോർമൽ തന്നെ സംസാരിച്ച എന്നോട്. ഇതാണ് ഇപ്പൊ ടോൺ. ഞാൻ പഴയ തലച്ചക്കിൽ നിന്ന് നോക്കട്ടെ. ഹലോ വാശോണ്ണ, പഴയ തലച്ചക്കിൽ നിന്ന് നോക്കി പഠിക്കട്ടെ. ഓക്കെ. എന്റെ പോപ്സിന്റെ കൂട്ടുകാരൻ. ഹലോ വാശോണ്ണ, പുള്ളിക്കൊരു ഫോട്ടോ സെൽഫി എടുക്കാൻ ചോദിച്ചു. ഓക്കെ ഫോട്ടോ എടുക്കാം. ഹലോ വേണോ? അതെ, ഇതാരാ? സെൽഫി എടുത്തോട്ടെ. സെൽഫി എടുക്കാം. ബാല അയ്യോ നിന്നോ? അല്ല എടുത്തോ. ഈ സൈഡിൽ നിൽക്കും. മറ്റോ പോയോ? ഒരു അവിഹിതമല്ലേ ഈ മണക്കുന്നതെന്ന്. ഓക്കെ ബ്രോ, കാണാമേ. കാണാന്ന് പോലും പറഞ്ഞില്ലടാ അവൻ. ഹലോ വാശോണ്ണ, സെൽഫി. ഒരു വലിയൊരു ആരാധകനാണ് വാസോണന്റെ. നമുക്ക് ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ. ഹലോ ബാല, ഞാൻ ബാലന്റെ ആരാധകന്. ഹലോ, ഇവനെ മൈൻഡ് ചെയ്തില്ല. റിവെഞ്ച് ആണ് എന്റെ. ഇത്ര ആൾക്കാർ ഇവിടെ എങ്ങനെ വന്നടാ?
എടുത്തോ? താങ്ക് യു വാസോണ്ണ. താങ്ക് യു. ഓക്കെടാ സെറ്റ് കണ്ടതേ സന്തോഷം. ആശീർവാദമൊക്കെ ആശീർവാദമൊക്കെ വേണം നമുക്ക്. ഫേസ് ചെയ്യാനോ? എന്റെ മോട്ടോ ഞാൻ നോക്കണോട്ടൊക്കെ ഫിഷ് ചെയ്യും. വാസോണ്ണ ഓക്കെ ഞാൻ നോക്കണോട്ടൊക്കെ കൊറേ പ്രാവശ്യം നീ നോക്കുന്നവിടാ എനിക്കങ്ങനെ മോട്ടോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. നമ്മള് സംസാരിച്ചിട്ട് വാസോണ്ണ. പക്ഷെ ഇങ്ങനെ ഞാനതൊന്ന് ഇട്ടോട്ടെ, ജസ്റ്റ് ഒന്ന് മാറിക്കോടാ. ഇതൊന്ന് ഞാൻ പറയുന്ന പുറത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വന്നോ? ഓക്കെ താങ്ക് യു വാസോണ്ണ. ഒത്തിരി സന്തോഷം. ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെക്കട്ടെ. ഹലോ എനിക്കും എനിക്കും കിട്ടും.